പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ സെൻസർ ബോർഡിന്റെ പ്രദർശനാനുമതി നിഷേധിച്ച ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ആ ഒരു വിവാദം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇന്നിപ്പോ ഈ സിനിമ ഹൈക്കോടതി കാണുന്നുണ്ട്. സെൻസർ ബോർഡ് റിവൈസിംഗ് കമ്മിറ്റിയും ചിത്രത്തിന്റെ പേര് മാറ്റണമെന്നൊരു നിലപാട് സ്വീകരിച്ച പശ്ചാത്തലത്തിലാണ് സിനിമ എന്നാൽ കണ്ടേക്കാം എന്ന് ജസ്റ്റിസ് എൻ നഗരേഷ് ഒരു തീരുമാനമെടുത്തത്. ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് എറണാകുളം പാലാരിവട്ടത്തെ ലാൽ മീഡിയ സ്റ്റുഡിയോയിലായിരിക്കും പ്രത്യേക സ്ക്രീനിംഗ് നടക്കുക. ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്നയും ഒപ്പം കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി നമുക്ക് പോകുന്നുണ്ട്. ആദ്യം ഷപ്നയിലേക്ക് പോവുകയാണ്. ഷപ്ന, ഇപ്പോൾ ഈ കേസ് പരിഗണിച്ച കോടതി അസാധാരണമായ നീക്കങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കോടതി കേസ് പരിഗണിച്ചപ്പോൾ ഉണ്ടായത്. കാരണം കോടതിക്ക് കണ്ട് ബോധ്യപ്പെടണം എന്നൊരു നിലപാടിലേക്ക് എത്തിയിരുന്നു. സാധാരണഗതിയിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കേസൊക്കെ വരുമ്പോൾ പ്രധാനമായിട്ടും പരിഗണിക്കുക ഇതിൽ ഈ സിനിമയിൽ ഏതെങ്കിലും ഭാഗങ്ങൾ ആരുടെയെങ്കിലും മതവികാരത്തെ വ്രണപ്പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പേര് ആരെങ്കിലുമൊക്കെ വ്രണപ്പെടുത്തുന്നുണ്ടോ, ഏതെങ്കിലും വികാരങ്ങളൊക്കെ പൊള്ളിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെയാണ് സാധാരണ നമ്മൾ ഇത്തരം കേസുകളിൽ കോടതി പരിശോധിക്കുന്നതായി കണ്ടും കേട്ടിട്ടും ഒക്കെ ഉള്ളത്. ഇതിപ്പോൾ കോടതി തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ പേര് ആരുടെ മതവികാരത്തെയാണ് വ്രണപ്പെടുത്തിയതെന്ന ചോദ്യമടക്കം ചോദിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കോടതി ഈ സിനിമ കാണുന്നു. എങ്ങനെ വിലയിരുത്തണം ഈ ഒരു കോടതിയുടെ അസാധാരണ നീക്കത്തെ, ഷപ്ന? സേതു, ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ കഴിഞ്ഞ 27-ാം തീയതിയാണ് ഈ സിനിമയുടെ റിലീസിംഗ് വെച്ചിരുന്നത്. അതിനു മുൻപേ തന്നെ ഈ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാത്തതിനെ ചോദ്യം ചെയ്ത് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി ആദ്യ ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോൾ സെൻസർ ബോർഡിനോട് ഈ സിനിമയ്ക്ക് എന്തുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് നൽകാത്തത് എന്ന കാര്യം വാക്കാൽ ചോദിക്കുകയും പിന്നീട് റിവൈസിംഗ് കമ്മിറ്റി ഈ സിനിമ വീണ്ടും കാണുന്നുണ്ട് എന്ന് സെൻസർ ബോർഡ് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഹർജി പിന്നീട് പരിഗണിക്കാനായി മാറ്റുകയും റിവൈസിംഗ് കമ്മിറ്റി വീണ്ടും ഈ സിനിമ കണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ കോടതിയെ അറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് നടന്ന സിറ്റിങ്ങിൽ ഈ സിനിമ കോടതി നേരിട്ട് കാണണം എന്നൊരാവശ്യം ഹർജിക്കാർ ഉന്നയിച്ചിരുന്നു. എന്നാൽ അന്ന് കോടതി നിലപാടെടുത്തത് അത്തരത്തിൽ ഒരു 2.5 മണിക്കൂർ സിനിമ കാണാൻ കോടതിക്ക് അത്രയും സമയം ചെലവഴിക്കാൻ പറ്റില്ല. സെൻസർ ബോർഡ് ഇതിൽ സംബന്ധിച്ച് കൃത്യമായൊരു വിശദീകരണം നൽകണം. എന്ത് വികാരമാണ് ഇതുമായി ബന്ധപ്പെട്ട് ജാനകി എന്ന പേര് സിനിമയ്ക്ക് നൽകുന്നതിൽ വ്രണപ്പെടുന്നത്? മതവംശീയ വികാരം വ്രണപ്പെടുന്നു എന്നാണ് ഈ സെൻസർ ബോർഡ് പറയുന്നത്. ഏത് തരത്തിലാണ് ഒരു സിനിമയുടെ പേര് കൊണ്ട്, ജാനകി എന്ന പേര് കൊണ്ട് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്ന് വിശദീകരിക്കണം എന്നായിരുന്നു കോടതിയുടെ നിലപാട്. നമുക്കറിയാം സാധാരണഗതിയിൽ കേസുകൾ വന്നാൽ ഇത്തരത്തിലാണ് കോടതികൾ ചെയ്യാറ്. സെൻസർ ബോർഡിനോടോ അല്ലെങ്കിൽ എതിർകക്ഷികളായിട്ടുള്ളവരോട് ഇത് സംബന്ധിച്ച് രേഖാമൂലമുള്ള വിശദീകരണം ആവശ്യപ്പെടുകയും അത് കോടതി പരിശോധിക്കുകയും ചെയ്യും. കൂടി വന്നാൽ ഇതിന് എന്തെങ്കിലും വീഡിയോ ദൃശ്യങ്ങളോ അത്തരത്തിലുണ്ടെങ്കിൽ അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയും അത് കോടതി മുറിയിലിരുന്ന് പരിശോധിക്കുകയുമാണ്. എന്നാൽ ഇത്തരത്തിൽ സിനിമ നേരിട്ട് കണ്ട് സ്റ്റുഡിയോയിൽ പോയിരുന്ന് 2.5 മണിക്കൂർ കണ്ട് വിലയിരുത്തുക എന്നത് സംബന്ധിച്ച് ആദ്യമായിട്ടുള്ള, ചിലപ്പോൾ അപൂർവമായിട്ടുള്ള സംഭവം തന്നെയായിരിക്കും. ഏതായാലും ജസ്റ്റിസ് നഗരേഷ് അത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോൾ സെൻസർ ബോർഡ് രേഖാമൂലം വിശദീകരണം നൽകിയിരുന്നില്ല. സെൻസർ ബോർഡ് അത്തരത്തിൽ രേഖാമൂലം വിശദീകരണം നൽകാത്ത സാഹചര്യത്തിൽ ഹർജിക്കാർ വീണ്ടും ആവശ്യപ്പെടുകയായിരുന്നു ഈ സിനിമ കോടതി നേരിട്ട് കാണണമെന്ന്. അതിനുശേഷമാണ് പാലാരിവട്ടത്തെ ലാൽ മീഡിയയിലെത്തി ഈ സിനിമ കാണാം എന്ന നിലപാടിലേക്ക് കോടതി എത്തുന്നത്. അതിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്ന് കോടതിയിൽ ജസ്റ്റിസ് നഗരേഷ് ചോദിച്ചിരുന്നു. എന്നാൽ അത്തരം എതിർപ്പ് ആരും അറിയിച്ചിരുന്നില്ല. സെൻസർ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഇതിൽ ഓൺലൈനായിട്ട് കാണാനുള്ള, ഡൽഹിയിൽ നിന്നും ഓൺലൈനായിട്ട് കാണാനുള്ള സൗകര്യം ഒരുക്കാമോ എന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ നിർമ്മാതാക്കൾ അത്തരത്തിൽ അതിന് അനുമതി നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ജസ്റ്റിസ് നഗരേഷ് മാത്രമാകും ഒരു പക്ഷേ ഈ സിനിമ കാണുക. ഇനിയിപ്പോൾ മറ്റ് അണിയറ പ്രവർത്തകരോ ഈ സിനിമയുമായി ബന്ധപ്പെട്ടവരോ ഉണ്ടോ എന്ന് നമുക്ക് വ്യക്തതയില്ല. ഏതായാലും അത് നമുക്ക് അക്കാര്യത്തിൽ ഈ സഹിൻ ആന്റണി കൂടിയുണ്ട്. ഷപ്ന, സഹിനോട് ചോദിക്കാം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ് സഹിന, ഇന്നിപ്പോ കോടതി ജസ്റ്റിസ് മാത്രമാണോ സിനിമ കാണാൻ വരുന്നത്, അതോ മറ്റാരെങ്കിലും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരിക്കുമോ? ലാൽ മീഡിയയിലെ ഒരുക്കങ്ങളൊക്കെ, ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? സേതു നേരത്തെ ശബര സൂചിപ്പിച്ചതുപോലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്കാണ് ഇന്ന് കേരളം സാക്ഷിയാകുന്നത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ചിത്രം, അത് ചിത്രത്തിൻ്റെ ചിത്രീകരണം മുതൽ തന്നെ വലിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ഒടുവിൽ സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചിത്രം ആ വിവാദം അവസാനിപ്പിക്കുന്നത്. ചിത്രത്തിന് സെൻസർ നൽകാൻ സെൻസർ ബോർഡ് തയ്യാറായില്ല. ഇതേ തുടർന്നാണ് സംവിധായകരും നിർമ്മാതാക്കളും അടങ്ങുന്ന സംഘം ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ ഷബ്ന
സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ നിയമവശങ്ങളെല്ലാം ശബ്ദം കൃത്യമായി സൂചിപ്പിച്ചിരുന്നു. പിന്നീട് കോടതി ഈ ചിത്രം നേരിട്ട് കാണാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. ഏതായാലും കോടതിയുടെ തീരുമാനം ഇന്ന് കൃത്യമായി അറിയാൻ കഴിയും. രാവിലെ 10 മണിയോടുകൂടി തന്നെ ജസ്റ്റിസ് നഗരേഷ് ലാൽ മീഡിയ പാലാരിവട്ടത്തുള്ള ലാൽ മീഡിയയിലെത്തും. അവിടെയാണ് ചിത്രം കാണുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ സംവിധായകനും ഒപ്പം തന്നെ നിർമ്മാതാവും അടങ്ങുന്ന സംഘം അവിടെ ഉണ്ടാകും. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഉണ്ടാകും. അവരെല്ലാവരും ഈ ചിത്രം കണ്ടതിന് ശേഷം സെൻസർ ബോർഡിൽ നിന്നും സെൻസർഷിപ്പ് കിട്ടിയതിന് ശേഷം വേണം ഈ ചിത്രം റിലീസ് ചെയ്യുന്നതിന്. കഴിഞ്ഞ 27-ാം തീയതിയായിരുന്നു ചിത്രം റിലീസിങ്ങിനായി തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഈ പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ചിത്രം സെൻസർ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ഇന്ന് ജസ്റ്റിസ് ഇത് കാണുന്നതോടുകൂടി ഈ ചിത്രത്തിന്റെ പേര് സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നിർമ്മാതാക്കൾക്കും ഒപ്പം തന്നെ ഈ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾക്കും കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം ഇതിൽ സൂചിപ്പിക്കാനുള്ളത്, മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള ആളുകൾ ഈ അണിയറ പ്രവർത്തകർക്കും ഒപ്പം തന്നെ സിനിമാ സംഘടനകൾക്കും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സിനിമാ സംഘടനകൾ മുൻപേ തന്നെ അവരവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ചിത്രത്തിന്റെ പേര് മാറ്റാനോ ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഭാഗങ്ങൾ വെട്ടിമാറ്റാനോ തങ്ങൾ തയ്യാറല്ല എന്നുള്ളൊരു നിലപാടിലേക്ക് സിനിമാ സംഘടനകളും സിനിമയുടെ അണിയറ പ്രവർത്തകരും പോയിരുന്നു. അതിന് പൂർണ്ണ പിന്തുണയാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഒരു കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ചിത്രത്തിന്, അദ്ദേഹം BJP നേതാവ് കൂടിയാണ്, അദ്ദേഹത്തിന്റെ ചിത്രത്തിന് ഇതാണ് ഗതിയെങ്കിൽ സാധാരണക്കാരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത നടീനടന്മാരുടെ ചിത്രത്തിന് എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ഇത് വെച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല സിനിമാ സംഘടനകളും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. സിനിമാ സംഘടനകൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നുള്ളൊരു നിലപാടിലേക്ക് സിനിമാ സംഘടനകളും എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജസ്റ്റിസിന്റെ ഈ നീക്കം അത് നിർണായകമാണ്. സേതു, തീർച്ചയായും സഹിൻ, അങ്ങനെ തന്നെയാണ്. കാരണം ഒരു അസാധാരണമായ കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. നമ്മുടെ നാട്ടിലൊക്കെ ഒരാളുടെ ഒരു ആശയ സ്വാതന്ത്ര്യമൊക്കെ എത്രത്തോളമാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ എത്രത്തോളമാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്ന നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു സിനിമയൊക്കെ പുറത്തിറക്കണമെങ്കിൽ ഒരാൾക്ക് അയാളുടെ സ്വതന്ത്രമായ ചിന്താഗതിയിൽ കൂടി വരുന്നൊരു സാധനമാണ് ഈ സിനിമയൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമ തന്നെ പുറത്തിറക്കണമെങ്കിൽ അതിൻ്റെ പേരടക്കം ഇത്തരത്തിൽ ചർച്ചയാക്കുകയും വിവാദങ്ങൾ ഉണ്ടാക്കുകയും അത് കോടതി കണ്ട് കോടതിക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ആ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു നടപടിയിലേക്ക് പോകാൻ പറ്റൂ എന്നൊക്കെ പറയുന്നത് അസാധാരണമായ സാഹചര്യമാണ്. ഇതിപ്പം ഒരു സിനിമയുടെ മാത്രമല്ല, ഇപ്പോൾ എത്ര സിനിമകൾ ഈ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന സംവിധായകർ അവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. അവരിനി അവർക്ക് സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു പേര്, ഒരു കഥാസന്ദർഭം അല്ലെങ്കിൽ ഒരു സിനിമയുടെ പേര്, ഇതൊക്കെ എഴുതുന്ന സമയത്ത് പലവിധമായ ചിന്തകൾ അവരെ വേട്ടയാടില്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇന്ന് ജസ്റ്റിസ് ഈ സിനിമ കാണുന്നത്. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ കോടതിയിൽ വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഒക്കെ നിർണായകമായി തീരുകയും ചെയ്യും.